1201 ചിങ്ങമാസം 1 തീയതി തൊട്ട് പുതുവർഷം ആരംഭിക്കുകയാണ്. ഈ പുതുവർഷം ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. മേട രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, കാർത്തിക കാൽഭാഗം വരുന്ന 2.25 നക്ഷത്രമാണ് ഒരു രാശി. അപ്പോൾ മേടൻ രാശിയിൽ പെട്ടവർക്ക് നമ്മൾ മേടൻ രാശിക്കാരുടെ പുതുവർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര കണ്ട് സന്തോഷപ്രദമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയുക. കുറച്ചേറെ തടസ്സങ്ങളും സാമ്പത്തിക നഷ്ടവും ശാരീരിക ബുദ്ധിമുട്ടും കാര്യതടസ്സങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇടവരുന്ന സമയമാണ്. പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ, മെയിനായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ഒരു വർഷക്കാലം കുറച്ച് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം. കാരണം 2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്, അനുകൂലമല്ലാതെ. ഒന്ന് ശനി 12ലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ശനി ആവട്ടെ 7 ശനി രൂപത്തിൽ നിൽക്കുകയും ചെയ്യാണ്. 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 എന്ന് പറയുമ്പോൾ വ്യയസ്ഥാനത്ത് ശനി നിൽക്കുകയാണ്. ഇപ്പോൾ വ്യയം ഉണ്ടായിക്കൊണ്ടിരിക്കും, തടസ്സം. 3, 2026 ജൂൺ വരെ വ്യാഴം 3ൽ നിൽക്കുകയാണ്. 3ൽ വ്യാഴം മുടിഞ്ഞു വെക്കൊണ്ടേയിരിക്കും. മുടിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലതും നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ജൂൺ മാസം കഴിഞ്ഞ് പിന്നെ 2 മാസം കൂടി കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം വരും, അടുത്ത വർഷത്തിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു രാശിയാണ് ശരിക്ക് മേടൻ രാശിക്കാർ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പുതുവർഷത്തെ എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് പുതുവർഷം വരെയാണ്. പുതുവർഷത്തിൽ നമ്മൾ ഓരോന്ന് കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് എപ്പോഴാണോ ചീത്ത സമയം നിൽക്കുന്ന സമയം നമ്മൾ വളരെ കെയർഫുൾ ആവുകയും അതുപോലെ നല്ല സമയം വരുന്ന സമയത്ത് നമ്മൾ അത്രയ്ക്ക് അധ്വാനിച്ച് ഓരോ കാര്യത്തിന് ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മേടരാശിക്കാർ വളരെ സൂക്ഷിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അത് സാമ്പത്തിക ഇടപാടുകളാവട്ടെ, അതുപോലെ ചെയ്യുന്ന ബിസിനസ്സാദി കാര്യങ്ങളാവട്ടെ, ഇതിലെല്ലാം അശ്രദ്ധ ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാത്തിനെയും മാറ്റിക്കൊണ്ടുപോകാൻ പറ്റും. അവരവർ വിചാരിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ.